ഈ ട്രംപിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പഴമൊഴിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം എന്ന് പഴയൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പോൾ ട്രംപ് കളിച്ച് ട്രംപിൻ്റെ പണി പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അമേരിക്കയിലെ ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്നത് ഒരു കുപ്രസിദ്ധനായ ഒരു ബാലപീഡകൻ, അയാളുടെ ജന്മദിനത്തിന് ട്രംപ് ആശംസ നേർന്നു. ഒരു നഗ്ന ചിത്രം വരച്ചിട്ട് ഇനിയും അതിശയകരമായ അനുഭവങ്ങൾ തനിക്കുണ്ടാവട്ടെ എന്ന് ഒരാശംസ അയച്ചു. അതൊരു ബാലപീഡകൻ, കുട്ടികളെ പീഡിപ്പിക്കുന്ന അല്ലെ കൗമാരക്കാരെ ജന്മദിനം. അതെ അതെ, സീക്രട്ട് ബർത്ത്ഡേ. അപ്പോൾ അതിനകത്ത് അത് വളരെ മനോഹരമായി ലെതർ കൊണ്ട് ഫ്രെയിം ചെയ്തൊക്കെയാണ് ഈ ആശംസ അയച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ നഗ്നചിത്രവും വരച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ട്രംപ് പടം വരയ്ക്കും, ട്രംപിൻ്റെ ചിത്രങ്ങൾ ലേലത്തിൽ പോയി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഈ സ്കെച്ചുകളാണ്, ലൈൻ സ്കെച്ചുകൾ. അങ്ങനെ ഒരു നഗ്നചിത്രം വരച്ച് ഒരു കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരുത്തിന് ഇനിയും അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഇനിയും ഇയാൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കട്ടെ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് വലിയ വിവാദമാണ്. അതിൻ്റെ രേഖകൾ പുറത്തു വരുന്നു. ട്രംപ് കാലാവധി പൂർത്തിയാവും മുമ്പ് പുറത്തേക്ക് പോകേണ്ടി വരുമോ? ഇത് വലിയ പ്രശ്നമാണിത്. കാരണം മുമ്പത്തെ വാട്ടർ ഗേറ്റ് ഒക്കെ വെച്ച് നോക്കുന്നത് പോലെ ആണ് ഈ എപ്സ്റ്റീൻ സംഭവം കിടക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ വലിയ വില്ലകളിലൊക്കെയാണ് ഈ ബാലപീഡനമൊക്കെ നടന്നിരുന്നത്. ആ ബാലപീഡന സംഭവങ്ങളിൽ ഓർഗീസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതിലൊക്കെ പങ്കെടുത്ത VIP-കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ട്രംപ് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ട്രംപ് ചിലപ്പോൾ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അടുത്ത കാലത്ത് കാഷ് പട്ടേൽ FBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പോകുന്നതായിട്ട് കിംവദന്തികൾ പരന്നിരുന്നു. പിന്നീട് കാഷ് പട്ടേൽ അത് നിഷേധിക്കുകയൊക്കെ ചെയ്തു. ഈ പ്രശ്നത്തിൽ ഈ കാഷ് പട്ടേലിനെ പോലുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് ജെഫ്രി എപ്സ്റ്റീൻ്റെ, നമ്മളിവിടെ മാസപ്പടി രേഖകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ പട്ടിക പുറത്തുവിടും. ലിസ്റ്റ് ഉണ്ട്, അത് പുറത്തുവിടുന്നുള്ളത് അവർ പ്രചാരണ കാലത്തൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ വേണ്ട എന്നുള്ള മട്ടിലേക്ക് ഇവർ പോകുന്നു. അറ്റോർണി ജനറൽ പാം ബോണ്ടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പാം ബോണ്ടിയുമായിട്ട് അറ്റോർണി ജനറലുമായിട്ട് കാഷ് പട്ടേലും ഡെപ്യൂട്ടിയും ഒക്കെ അകന്നുപോയി. അപ്പോൾ അവർ കാഷ് പട്ടേലിന് ഈ രേഖകൾ പുറത്തു വിടണമെന്നാണ്. അപ്പോൾ കാഷ് പട്ടേലിന് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ട്രംപ് നിയമിച്ച ആളാണ് കാഷ് പട്ടേൽ. അതുകൊണ്ടാണ് കാഷ് പട്ടേൽ രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അറ്റോർണി ജനറൽ പാം ബോണ്ടിയുമായിട്ട് തർക്കം വന്നിട്ട് കാഷ് പട്ടേൽ പുറത്തേക്ക് പോകുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇത് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഒരു നിലപാടെടുത്തു. കോടതിയുടെ മുമ്പിലുള്ള ഈ എപ്സ്റ്റീൻ്റെ ട്രാൻസ്ക്രിപ്റ്റുകൾ അത് മുഴുവൻ കോടതി തന്നെ റിലീസ് ചെയ്യട്ടെ, നമുക്ക് കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ട്രംപ് അയഞ്ഞു. കാരണം അതുപോലെ പ്രക്ഷുബ്ധമായി അവിടുത്തെ അവസ്ഥ. അപ്പോൾ കോടതിയിൽ ഇപ്പോൾ പാം ബോണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ്റെ മൊഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോടതി അത് പുറത്തു വിടണം എന്നുള്ള നിലപാടിലേക്ക് പുറകോട്ട് പോകേണ്ടി വന്നു ട്രംപിന്. അതുകൊണ്ടാണ്. അപ്പം അങ്ങനൊരു അവസ്ഥ വന്നുകൊണ്ട് കാഷ് പട്ടേൽ ഇപ്പം രാജിവെച്ച് പോകേണ്ടതില്ല. അല്ല, കോടതിയിലൂടെ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ വെളിപ്പെടുത്തലുകൾ, മൊഴികൾ പുറത്തു വന്നാൽ വലിയ കൊള്ളൊക്കെ ഉണ്ടാവും. കാരണം അതിൻ്റെ അകത്ത് എന്തായാലും കുറേ പേരുകൾ പട്ടികയും ഒക്കെ വരുമല്ലോ. മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ തൂങ്ങി. ഒന്നാമത് അത് വളരെ സെൻസേഷനിലായിരിക്കും. ഇതിൽ എത്ര കൊല്ലം വേണമെങ്കിലും ഇനി ട്രംപിൻ്റെ ഇനിയിപ്പോൾ ഉള്ള ഊഴം മുഴുവൻ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കണം. കാരണം എപ്സ്റ്റീൻ്റെ കഥ എന്ന് പറയുന്നത് അത്ര വൃത്തികെട്ടതാണ്. ഇങ്ങനൊരു പശ്ചാത്തലമൊക്കെ ട്രംപിന് ഉള്ളതുമാണ്. കാരണം ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് പല ആളുകളെയൊക്കെ കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ സ്ലൊവേനിയക്കാരിയാണ് ഭാര്യ. ഈ യുക്രൈൻ അനുകൂലമായിട്ട് ഇപ്പോൾ ട്രംപ് നിലപാടെടുക്കുന്നത് തന്നെ ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി നല്ല ധാരണയുണ്ട്. കാരണം ട്രംപ്
രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു പുട്ടിൻ, നന്നായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ പറയും, ഓഹോ ഇപ്പം അയാൾ കൊണ്ടുപോയി 2 മിസൈൽ അയച്ചേ ഉള്ളൂ അങ്ങോട്ട്. ഇത് ട്രംപ് കഴിഞ്ഞ ദിവസം വിവരിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഭാര്യ മെലാനിയാണ് ഇയാളെ ഈ കാര്യങ്ങളിൽ ഉപദേശിക്കുന്നത് എന്ന് വന്നത്. തലയുടെ മന്ത്രം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ എപ്സ്റ്റീൻ ആരാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയണമല്ലോ. ഇയാളൊരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, മര്യാദയ്ക്ക് വിദ്യാഭ്യാസം ഒന്നും നടത്തിയിട്ടില്ല, പുറത്തു പോയ ആളാണ്. അങ്ങനെ പോകുന്ന പല ആളുകളും രാഷ്ട്രീയത്തിൽ ചെന്നുവിട്ടിട്ട് കാശുണ്ടാക്കുമല്ലോ. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കിയ ഒരു പാവപ്പെട്ട ശതകോടീശ്വരനാണ് ജെഫ്രി എപ്സ്റ്റീൻ. ഇയാൾ 2019 ജയിലിലായിട്ട് 1.5 കൊല്ലമൊക്കെ ആയപ്പോൾ ജയിലിൽ ഇയാൾ മരിച്ചു. അപ്പോൾ ജയിലിലെ മരണം കൊലപാതകമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഈ ഓർഗികളിൽ, ഈ രതി മേളകളിൽ മാത്രമാണോ ട്രംപ് പങ്കെടുത്തിട്ടുള്ളത്? ഈ ജയിലിൽ നടന്ന കൊലപാതകത്തിലും ട്രംപിന് പങ്കുണ്ട്. അതായത് ട്രംപിന്റെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, പുറത്തു വരാതിരിക്കാൻ വേണ്ടി എപ്സ്റ്റീനെ ഇല്ലായ്മ ചെയ്തത് ട്രംപിനെ പോലുള്ള ആളുകളാണോ എന്നുള്ള സംശയം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇയാൾ കുറച്ചു കാലം ഒരു സ്വകാര്യ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു എപ്സ്റ്റീൻ. അത് കഴിഞ്ഞ് ബാങ്കിങ്ങിലേക്ക് തിരിഞ്ഞു. 1982 ഇയാളൊരു ഓഹരി സ്ഥാപനം തുടങ്ങി. ആ ഓഹരി സ്ഥാപനത്തിൽ എല്ലാവർക്കും പോയി അംഗത്വമൊന്നും എടുക്കാൻ പറ്റില്ല. $1 ബില്യൺ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ വരുമാനം ഒക്കെയുള്ള ആളുകൾക്ക് മാത്രമേ ഇയാളുടെ ഓഹരി സ്ഥാപനത്തിൽ കടന്നു പറ്റാൻ പറ്റുള്ളൂ. എലീറ്റ് ഗ്രൂപ്പാണ്, വലിയ പണക്കാർ. അങ്ങനത്തെ പണക്കാർ ഇയാളുടെ ഈ ലിസ്റ്റിൽ വരുന്ന ആളുകൾ, ഇവരെയൊക്കെയാണ് ഇയാൾ രതിമേളകളിലൊക്കെ, അതും ഈ കൊച്ചു പെൺകുട്ടികളുടെയൊക്കെ മേളകളിൽ പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെ ഇയാൾ പങ്കെടുപ്പിച്ച ഒരു സ്ത്രീ ആത്മഹത്യയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1990കളിൽ ഇയാൾ എസ്റ്റേറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ധാരാളം സ്വന്തമാക്കി. പല രാജ്യങ്ങളിലും ഇയാൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഒരു കരീബിയൻ ദ്വീപ് ഇയാൾ സ്വന്തമായിട്ട് വാങ്ങി. ഈ കരീബിയൻ ദ്വീപിലെ ഇയാളുടെ വില്ലകളിലാണ് ഈ മേളകൾ നടന്നിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത 3 പേരുടെ പേര് കൃത്യമായിട്ടുണ്ട്. പ്രിൻസ് ആൻഡ്രൂ രാജകുമാരനുമായി രതിയിൽ ഏർപ്പെടാൻ ഒരു 17 വയസ്സോ 16 വയസ്സോ ഉള്ള പെൺകുട്ടിയെ നിർബന്ധിച്ചു, സമ്മർദ്ദം ചെലുത്തി, ഉപദ്രവിച്ചു. അതിനുശേഷം അവൾ ആത്മഹത്യ ചെയ്തു. അതെ. പിന്നെ ക്ലിൻ്റൺ പറ്റിയ ആളാണല്ലോ. ട്രംപിൻ്റെ പേരും ഉണ്ട്. പ്രിൻസ് ആൻഡ്രൂ, ക്ലിൻ്റൺ, ട്രംപ്. ഇവർ ഈ കരീബിയൻ ദ്വീപിൽ, എപ്സ്റ്റീൻ്റെ കരീബിയൻ ദ്വീപിൽ പോയി ഈ രതിമേളകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് മൈനറായ കുട്ടികളുടെ. ഇയാളൊരു മൈനർ എക്സ്പെർട്ടായിരുന്നു. ഈ 12 വയസ്സ് മുതലുള്ള കുട്ടികളെ പലതും പറഞ്ഞ് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ 2005 ഇത് സംബന്ധിച്ചൊരു രഹസ്യ ഫയൽ പുറത്തു വന്നു. ആ രഹസ്യ ഫയലിലാണ് ഈ അണ്ടർ ഏജ് ഗേൾസ്, മൈനറായ പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നു ഇയാൾ. പാം ബീച്ചിൽ ഇയാൾക്കൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലും ഇത്തരം പെൺകുട്ടികളെ കൊണ്ടുപോയി രതിമേളകൾ നടത്തിയിരുന്നു. അപ്പോൾ എപ്സ്റ്റീൻ 14 വയസ്സ് ഉള്ള പെൺകുട്ടികളെ പോലും റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കോടതി 13 മാസം ഇയാളിൽ ജയിലിൽ അയച്ചു. അപ്പോൾ അങ്ങനെ 13 മാസം ജയിലിൽ പോകുന്നത്, ഇയാൾ കുറ്റം സമ്മതിക്കുമ്പോൾ അവിടെ ഒരു ഡീല് വരുമല്ലോ, ശിക്ഷാ കാലാവധിയൊക്കെ കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഈ 13 മാസം എന്ന് പറഞ്ഞ ഒരു കുറഞ്ഞ കാലാവധി ഇയാൾക്ക് കിട്ടുന്നത്. ആ കുറഞ്ഞ കാലാവധി കിട്ടാൻ വേണ്ടി ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ഉടമ്പടിയിൽ അമേരിക്കൻ അറ്റോർണി അലക്സ് അക്കോസ്റ്റ കളിച്ചതായിട്ട് ആരോപണമുണ്ട്. എപ്സ്റ്റീന് വേണ്ടി കളിച്ചതായിട്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിൽ തന്നെ കളി നടന്നു. ഈ US അറ്റോർണി അലക്സ് അക്കോസ്റ്റ എന്ന് പറയുന്നത് ട്രംപിൻ്റെ ആദ്യത്തെ ഊഴത്തിലെ തൊഴിൽ സെക്രട്ടറിയാണ്. അപ്പോൾ കാര്യം കൃത്യമായി. അപ്പോൾ ഇതിൻ്റെ മൊത്തം ട്രെയിലിൽ കേസിൻ്റെ നാൾ വഴികളിൽ
ട്രംപ് പലപ്പോഴും വരുന്നുണ്ട്. ഏത് മേളകളിൽ രക്ഷപ്പെടുത്തുന്നതിൽ എപ്സ്റ്റീൻ്റെ അധികം പ്രായമൊന്നുമില്ല, മരണം 50s അദ്ദേഹം ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് എപ്സ്റ്റീനുമായിട്ട് ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഈ ജന്മദിനത്തിന് അയച്ച ഈ നഗ്ന ചിത്രത്തോട് കൂടിയിട്ടുള്ള ആശംസയും ഇനി ഒരുപാട് ഇത്തരം സുഖമുള്ള രഹസ്യ ജന്മദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ദുസൂചനകളും ഒക്കെ ഉണ്ട് നേരത്തെ മേളകളുടെ. 2018 വീണ്ടും സ്ത്രീകൾ രംഗത്ത് വന്നു. ഇയാൾ ജയിലിൽ, അപ്പം അങ്ങനെയാണ് ജയിലിൽ പോകുന്നത്. പുനരന്വേഷണം നടന്നു. 2019 മരണം. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ അത് സംശയാസ്പദമായിട്ട് നിൽക്കുകയാണ്. മരണത്തിൻ്റെ തലേന്ന് ഇയാളുടെ സെല്ലിലുണ്ടായിരുന്ന ഒരാളെ, ഒരു ജയിൽ പുള്ളിയെ മാറ്റിയിരുന്നു. അതെന്തുകൊണ്ട് മാറ്റി? ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരനെ മാറ്റി. അപ്പോൾ 2 ഗാർഡുകൾ ഉണ്ടായിരുന്നു ജയിൽ മുറിയുടെ. അവരുണ്ടായിരുന്നില്ല ആ സമയത്ത്, ഇയാളുടെ മരണസമയത്ത്. അവരെ ആ സമയത്ത് മാറ്റി. അവർക്ക് എന്തു പറ്റി? കഴുത്തിലെ എല്ലുകൾ ഇയാളുടെ നുറുങ്ങിയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? തൂങ്ങി മരിച്ചതുകൊണ്ടാണെന്ന് പറയുന്നു. തൂങ്ങി മരിച്ചതാകണമെന്നില്ല, ഞെരിച്ചിരിക്കാം എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ബെഡ്ഷീറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു, ബെഡ്ഷീറ്റിൽ തൂങ്ങിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആത്മഹത്യ കുറിപ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് ഈ സ്വകാര്യ ദ്വീപിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം മര്യാദയ്ക്ക് നടന്നാൽ തന്നെ ട്രംപ് വരും. 10 മണിക്കൂർ ജയിൽ വീഡിയോ ഫുട്ടേജ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇയാളുടെ സെല്ലിലേക്ക് ആരും കടക്കുന്നതായിട്ട് ഈ ഫുട്ടേജിലില്ല. ഇനി ഫുട്ടേജ് അങ്ങനെയാണെങ്കിൽ ഡോക്ടേർഡ് ആയിരിക്കാമല്ലോ. അതെ, കാരണം ഇത് തുടർച്ചയായിട്ടൊന്നും ആകണമെന്നില്ല. ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് എഡിറ്റഡ് ഫുട്ടേജും ആകാം. ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ട്രംപ് സ്വയം രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പാം ബോണ്ടി അറ്റോർണി ജനറൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു പട്ടിക ഫയലിൽ ഉണ്ട്, ഞാനത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ പാം ബോണ്ടി അടുത്ത കാലത്തും പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ പട്ടികയുള്ള ഒരു ഫയൽ ഉണ്ട് എന്നുള്ള കാര്യം അറ്റോർണി ജനറൽ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം, സംഭവിച്ചിട്ടുണ്ട്. അത് കോടതി മുമ്പാകെ വരാൻ പോവാണ് ആ ഫയൽ. കോടതി അത് വെളിപ്പെടുത്തിയാൽ വലിയ രാഷ്ട്രീയ വാട്ടർ ഗേറ്റ് പോലെ, നിക്സണ് സംഭവിച്ചതുപോലെ ഒരുപക്ഷെ ട്രംപിൻ്റെ ഈ ടേം കാലാവധി പൂർത്തിയാകാതെ പുറത്തു പോകേണ്ടി വന്നേക്കാം. ട്രംപ് വലിയ കുഴിയിലേക്കാണ്, നെതന്യാഹു അപ്പുറത്ത് വേറെ പ്രശ്നങ്ങളിലുമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.